അസ്സലാമലൈക്കും ഗൈസ്, വെൽക്കം ബാക്ക് അവർ ചാനൽ. അപ്പോൾ നമ്മൾ എങ്ങോട്ടായി പെട്ടിയൊക്കെ എടുത്തതെന്നായിരിക്കും അല്ലേ. നമ്മൾ അവസാനം ഒരു ടൂർ പ്ലാൻ ചെയ്തിരിക്കുകയാണ് ഗൈസ്. അവസാനം നമ്മുടെ ടൂർ പ്ലാൻ സക്സസ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങോട്ടാണ് പോകുന്നത് ഇവരോട് തന്നെ ചോദിക്കാം. യെസ് ഗൈസ്, നമ്മൾ ഗോവയിലേക്കാണ് പോകുന്നത്. അങ്ങനെ നമ്മൾ ട്രെയിനിൽ വന്ന് കുറച്ച് പത്തിരി ഇറച്ചിയെല്ലാം കഴിച്ച് കുറച്ച് ബിരിയാണി ഉണ്ടായിരുന്നു, അതെല്ലാം കഴിച്ചതിന് ശേഷം നമുക്കൊരു പൂതി മൈലാഞ്ചി ഇട്ട് അങ്ങനെ ട്രെയിനിൽ നിന്ന് ആദ്യമായിട്ട് മൈലാഞ്ചി ഇട്ട് ചിലപ്പോൾ നമ്മളായിരിക്കും. അതിനുശേഷം നമ്മളെല്ലാവരും ഉറങ്ങി. ഒരു 5:30 മണിയായപ്പോൾ നമ്മൾ എണീച്ചിട്ട് നമ്മൾ സ്റ്റേഷനെത്താൻ. അങ്ങനെ 5:30 മണിയായപ്പോൾ തന്നെ നമ്മളെല്ലാവരും എണീറ്റ് നമ്മൾ തിവി എന്ന് പറയുന്ന സ്റ്റേഷനിലാണ് നമുക്ക് ഇറങ്ങേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ എത്താൻ വേണ്ടി നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ സ്റ്റേഷനിൽ ഇറങ്ങി. അതിനുശേഷം നമ്മൾ ടിക്യൂർ ടൂർസ് ട്രാവൽസ് എന്ന് പറയുന്ന ഒരു ടൂർ പാക്കേജ് എടുത്തിട്ടാണ് വന്നത്. അപ്പോൾ അവർ നമ്മൾ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രാവലറൊക്കെ അയച്ചു തന്നിട്ടുണ്ട്. നമ്മളെല്ലാവരും ആ ട്രാവലറിൽ കയറി നമ്മൾ റിസോർട്ടിലെത്തിയിട്ടുണ്ട്. ഫാത്തിമ റിസോർട്ടാണ്. അങ്ങനെ നമുക്ക് 4 റൂമാണ് ഇവിടെ ഇവർ ബുക്ക് ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ ആ ഒരു റൂം 12 മണിക്കാണ് ഓപ്പൺ ആവുക. നമുക്ക് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി 2 റൂം അവർ ആദ്യം തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്ത് നമ്മൾ ഫസ്റ്റ് സൈറ്റ് വ്യൂ കാണാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും റെഡിയായി. നമുക്ക് 4 റൂമാണ് അവർ അലോഡ് ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ 4 റൂം 12 മണിക്കാണ് ഓപ്പൺ ആവുക. നമ്മൾ എത്തിയത് രാവിലെ തന്നെ ആയതുകൊണ്ട് അവർ 2 റൂം നമുക്ക് സെറ്റാക്കി തന്നു, ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഫ്രഷ് ആകാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മുടെ 7 സീറ്റർ AC ബസ് വന്നിട്ടുണ്ട്. ഇതാണ് നമുക്ക് അവർ അറേഞ്ച് ചെയ്തിരുന്ന സൈറ്റ് സീയിങ് കാണാൻ വേണ്ടിയിട്ടുള്ള ബസ് എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ ഫസ്റ്റ് സൈറ്റ് വ്യൂ അക്കോഡ ഫോർട്ടിലാണ്. അപ്പോൾ നമ്മൾ അക്കോഡ ഫോർട്ടിൽ എല്ലാവരും എൻട്രി ആയി. അടിപൊളി വ്യൂ ആണ്, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകാം. നല്ല റഷും ഉണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വെക്കേഷൻ ടൈമാണല്ലോ, അതുകൊണ്ട് നല്ല റഷ് ഉണ്ട്. പിന്നെ ടൂറിസ്റ്റ് ഏരിയ ആണല്ലോ ഗോവ എന്ന് പറയുന്നത്, അപ്പം ടൂറിസ്റ്റുകാർ ഒരുപാടുണ്ട്. ഇതാണ് നമ്മുടെ വ്യൂ എന്ന് പറയുന്നത്. നല്ല രസമുണ്ട് കാണാൻ വേണ്ടി, നല്ല രസമുണ്ട്. അടിപൊളിയാണ് കാണാൻ, ഒരു രക്ഷയില്ല. അങ്ങനെ നമ്മളതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു ബീച്ച് വ്യൂ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. സിംഗൂരിയം ബീച്ചിൻ്റെ വ്യൂ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വെയിൽ കൊണ്ടിട്ട് എല്ലാവർക്കും ഇത് അയക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് ഐസൊക്കെ കഴിച്ച് നമ്മളങ്ങനെ നടന്ന് അതിനുശേഷം നമ്മൾ ഒരു ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു ഹോട്ടലിൽ കയറി ഉച്ചക്കത്തെ ഭക്ഷണമൊക്കെ കഴിച്ച് അത് കഴിഞ്ഞ് ഈവനിങ് ആയി. നമ്മൾ ബാഗ ബീച്ചിലോട്ട് വിട്ട്. ബാഗ ബീച്ച് അടിപൊളി ബീച്ചാണ്. നമ്മളവിടെ നിന്ന് നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് കളിച്ച് കുറേ ഫോട്ടോസൊക്കെ എടുത്ത്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ നമ്മുടെ ബാക്കി വിശേഷങ്ങളായിട്ട് നമുക്ക് നാളെ കാണാം. അപ്പോൾ ടേക്ക് കെയർ, ബൈ.